ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കരുത്. എന്നാൽ പ്രശ്നത്തിന് നടുവിൽ കാറ്റിൽ ഉലഞ്ഞാടുന്ന മരക്കൊമ്പിലിരുന്നു കൊണ്ട് പാട്ട് പാടുന്ന പക്ഷിയെപ്പോലെ ഒരു വിശ്വാസി ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തും. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് കർത്താവിൻ്റെ സർവ്വസഭകളെക്കുറിച്ചും വലിയ ചിന്തയും ഭാരവും ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. എങ്കിലും ഫിലിപ്പിയർക്ക് എഴുതിയ ഈ ലേഖനത്തിൽ അവരോടുള്ള പ്രത്യേകമായ വാത്സല്യവും സ്നേഹവും നമ്മൾക്ക് കാണുവാൻ കഴിയും. അതിൽ അതിശയിക്കാനൊന്നുമില്ല എന്ന് നമുക്കറിയാം. കാരണം ഫിലിപ്പിയിലുള്ള വിശ്വാസികളും പൗലോസിനെ വളരെയധികം സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുന്നതായി നമ്മൾ ഈ ലേഖനത്തിൽ തന്നെ പലപ്പോഴായി കണ്ടു. കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുന്നതിൽ വളരെയധികം സന്തോഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. അതിന് കാരണം കർത്താവിൽ നിന്ന് താൻ അനുഭവിച്ചിരുന്ന ആശ്വാസമായിരുന്നു. മാത്രമല്ല, സകല കഷ്ടങ്ങളിലുമുള്ള മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ അത് തന്നെ പ്രാപ്തനാക്കി. തൻ്റെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നുവെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 6-ാം വാക്യം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്നും നാം കണ്ടത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നത്രേ. 100 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്താകുലം ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തുന്നു. ഉണർന്നാലോ വിചാരപ്പെടുവാൻ 1000 കാര്യങ്ങൾ വേറെയും. ഇന്ന് തന്നെ എത്രയെത്ര കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടും മനം കലങ്ങിയുമാണ് താങ്കൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു വിടുതൽ ആഗ്രഹിക്കുന്നില്ലേ? എന്താ ചോദിച്ചത്? വിടുതലെന്നോ? അത് ഈ ഭൂമിയിൽ, ഈ ആയുസ്സിൽ സാധ്യമാണോ എന്നല്ല ചോദിച്ചത്. ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടിട്ടേ അതുണ്ടാകൂ എന്നാണോ സുഹൃത്തെ താങ്കൾ പറഞ്ഞത്? എന്നാൽ അങ്ങനെയല്ല. ആവശ്യമില്ലാത്ത ആശങ്കകളെ അകറ്റുവാൻ നല്ലൊരു മാർഗം വിശുദ്ധ പൗലോസ് പറഞ്ഞു തരുന്നു. ഈ വിഷയം കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നു. നാം അത് മുഴുവൻ ചിന്തിച്ച് കഴിഞ്ഞില്ല. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നിന്ന് നാം കണ്ടത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വിചാരപ്പെടുക എന്നാൽ നിർവിചാരിത്വം അല്ല എന്ന്. ക്രിസ്ത്യ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വിഘാതമായിരിക്കുന്ന ഒരു ഘടകമാണ് ആകുല ചിന്ത, വിചാരപ്പെടൽ, ആങ്സൈറ്റി. ഇതായിരുന്നു നാം കണ്ടുകൊണ്ടിരുന്നത്. ഇതിന് പല കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്നാമതായി ഞാൻ പറഞ്ഞു, തെറ്റായ ചിന്താഭാരത്തെക്കുറിച്ച്. ഈ ലോകപരമായ കാര്യങ്ങളിൽ അധികം ഇടപെടുന്നതിൽ നിന്നും ഉളവാകുന്ന ചിന്താകുലവും ഭാരവും എല്ലായ്പ്പോഴും തെറ്റായിട്ടുള്ളതാണ്. ഒരു വ്യക്തി ഈ ലോകപരമായ കാര്യങ്ങളിൽ അധികമായി വ്യാപൃതനാകുമ്പോൾ അവന് സ്വർഗീയമായതിനെക്കുറിച്ചും നിത്യമായതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ സമയം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യരുമായി അധിക സമയം അവൻ ചെലവഴിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ദൈവവുമായി സമയം ചെലവഴിപ്പാൻ സമയം ലഭിക്കാതെ പോകുന്നു. മനുഷ്യരോട് പറയുവാനായി അവന് പല കാര്യങ്ങളുണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ അവന് സമയം ലഭിക്കുന്നില്ല. ഈ ലോകപരമായ അവൻ്റെ ഇടപെടൽ അതിൽ തന്നെ തെറ്റായിട്ടുള്ളതല്ലെങ്കിൽ തന്നെയും ഏറ്റവും ഉത്തമമായത് അതായിരിക്കുകയില്ല. ചിന്താകുലം തെറ്റായിരിക്കുന്നതിൻ്റെ വേറൊരു കാരണം ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്ത തെറ്റായിട്ടുള്ളതാണ് എന്നതത്രേ. അത് അന്ധമായതിനാലാണ് തെറ്റാണെന്ന് പറയുവാൻ കാരണം.
ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം എപ്രകാരമെന്ന് കാണുവാൻ സാധിക്കാത്തത് കൊണ്ടത്രേ ഭാവിയെക്കുറിച്ച് ഒരാൾ ആകുല ചിന്തയുള്ളവനായി തീരുന്നത്. പറവകളെയും വയലിലെ ചെടികളെയും ദൈവം സംരക്ഷിക്കുന്നു എങ്കിൽ നിശ്ചയമായും അവൻ മനുഷ്യനെക്കുറിച്ചും ചിന്തയുള്ളവനാണെന്ന് നമ്മുടെ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കർത്താവ് അതിനുവേണ്ടി പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ് എത്രയോ ആധികാരികമായിട്ടുള്ളത്. ഭാവിയെക്കുറിച്ച് ചിന്താകുലപ്പെടുന്നത് പ്രയോജനരഹിതമായതുകൊണ്ടും അത് തെറ്റാണെന്ന് പറയുവാൻ കഴിയും. അത് അന്ധതയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയ സാധു കൊച്ചുഞ്ഞുപദേശി പാടിയത് ഓർക്കുന്നില്ലേ? ആരും എനിക്കില്ലെന്നും ഞാൻ ഏകനായി തീർന്നുവെന്നും മാനസത്തിൽ ആദി പൂണ്ടു ക്ലേശിപ്പാൻ സാധു അന്ധനായി തീരരുതേ ദൈവമേ എന്ന്. വിചാരപ്പെടുന്നത് കൊണ്ട് യാതൊന്നും നേടുവാൻ കഴിയുകയില്ല. ആകുല ചിന്ത അവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടും അത് തെറ്റായ കാര്യമാണ്. ആകുല ചിന്ത ഒരു മനുഷ്യനെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയാത്തവനാക്കി തീർക്കുന്നു. നമ്മുടെ ശക്തി നഷ്ടപ്പെടുകയാണ് ചിന്താകുലത്താൽ. പ്രതികൂലത്തെ അഭിമുഖീകരിക്കുവാൻ ഒരു വ്യക്തിയെ ആകുല ചിന്ത സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതവനെ ബലഹീനമാക്കി തീർക്കുകയേ ചെയ്യുകയുള്ളൂ. തന്മൂലം തനിക്ക് ശരിയായി ക്രിയാത്മകമായി ചിന്തിച്ച് പ്രവർത്തിപ്പാൻ സാധിക്കാതെ വരുന്നു. മൂന്നാമതായി, അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ശക്തിയും കഴിവുകളും വ്യയം ചെയ്യേണ്ടി വരുമ്പോൾ ആകുല ചിന്ത തെറ്റാണ്. അതുകൊണ്ടാണ് ബഥാനിയയിലെ മാർത്ത തെറ്റുകാരിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഒരു വലിയ ഭോജനമല്ല ആ സമയത്ത് യേശു കർത്താവിന് ആവശ്യമായിരുന്നത്. കർത്താവ് ബഥാനിയയിലെ മറിയുടെയും മാർത്തയുടെയും ഭവനത്തിൽ ചെല്ലുമ്പോൾ അവൻ ക്രൂശിനോട് വളരെ അടുത്തായിരുന്ന ഒരു സമയത്തായിരുന്നു. ക്രൂശ് അഭിമുഖീകരിക്കുന്നതിന് മുൻപ് യേശു അല്പം സ്വസ്ഥമായിരിക്കുവാൻ കാക്ഷിച്ചിരുന്നത് നാം കാണുന്നു. ഇന്ന് അനേകരും ചിന്തിക്കുന്നത് ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ വാരിക്കോരി കൊടുത്താൽ മനുഷ്യർ തൃപ്തരാകുമെന്നാണ്. ഞാൻ പറയട്ടെ, ആവശ്യമില്ലാത്ത ആകുല ചിന്തയിൽ നാം അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു വലിയ പങ്ക് ആളുകൾക്കും ആവശ്യം ഭൗതികമായ എന്തെങ്കിലും ഉള്ള ഒരു സമൃദ്ധി അല്ല, പിന്നെയോ വിചാരപ്പെടലിൽ നിന്നുള്ള ഒരു വിടുതലാണ്. തെറ്റായ ചിന്താഭാരത്തെക്കുറിച്ച് നോക്കുമ്പോൾ നാലാമതായി നാം ഒരു കാര്യം കൂടെ കാണുന്നുണ്ട്. തെറ്റായ ആളുകളെ എപ്രകാരം പ്രീതിപ്പെടുത്താമെന്ന ഒരു ചിന്താകുലം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7:32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിപ്പാനല്ല, ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ അത്രേ നോക്കേണ്ടത്. ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അവൻ യാതൊരു മനുഷ്യനെയും ഒരിക്കലും ഭയപ്പെടുകയില്ല, ഭയപ്പെടേണ്ടതില്ല. ഭാരം താൻ തന്നെ വഹിച്ചുകൊണ്ട് നടക്കുവാൻ ശ്രമിക്കുന്നത് അഹങ്കാരമാകുന്ന പാപത്തിന് തുല്യമാണ്. എല്ലാവിധമായ ചിന്താകുലങ്ങളും യഥാർത്ഥ സൗമ്യതയ്ക്കെതിരാണ്. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ആകുലപ്പെടുക എന്നാൽ അഹങ്കാരിയായി തീരുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ ആകുല ചിന്ത എന്നുള്ളത്. ദൈവത്തെ കൂടാതെ സ്വയമായി കാര്യങ്ങൾ നിർവഹിക്കാം എന്ന ഒരു പരിപാടിയാണ് ആകുല ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നത്. നാശത്തിനു മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നതഭാവം എന്ന സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. ദൈവം വേണ്ട വിധത്തിൽ നമുക്കായി ചിന്തിക്കുകയും കരുതുകയും ചെയ്തിട്ടില്ല എന്ന് മനുഷ്യൻ തൻ്റെ അഹങ്കാരത്തിൽ ചിന്തിക്കുന്നു. ആത്മീയ ശൂന്യത അഥവാ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള സംശയം കാരണമാണ് യഥാർത്ഥത്തിൽ ആകുല ചിന്തയുളവാകുന്നത്. അധികമായി ആകുല ചിന്തയുള്ള ഒരാൾക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിക്കുന്നതിനോ ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുന്നതിനോ കഴിയുകയില്ല എന്ന് നാം പഠിക്കുന്ന ഈ ഭാഗത്ത് വ്യക്തമാണ്. എന്നാൽ ചിന്താഭാരപ്പെടുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും കർത്താവ് തൻ്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ആകുല ചിന്തയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനുള്ള പോംവഴി ഒരു വ്യക്തി തന്നെയും സകല കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുക എന്നതാണ്.
പത്രോസ് എഴുതുമ്പോൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഈ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിച്ചു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത് എന്നത്രേ. ജീവിത പ്രശ്നങ്ങളെ നാം തനിയെ അല്ല നേരിടുന്നത്, ദൈവത്തോടുകൂടി അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. ഇത് നാം മനസ്സിലാക്കുകയാണ് ആകുല ചിന്തയ്ക്കുള്ള മറുമരുന്ന്. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പത്രോസ് പറയുന്നു. ഇത് ഒരിക്കലായും മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇത് ചെയ്താൽ നല്ലതെന്നല്ല, ചെയ്യേണ്ടത് ആവശ്യവുമാണ്, അത്യാവശ്യമാണ്. 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഭാരം എന്ന ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ ഉപയോഗിച്ചിരുന്നതിനാൽ ഒറ്റപ്പെട്ട ഓരോ സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നാം അങ്ങനെയുള്ള ഓരോ സമയത്തും നമ്മുടെ ഓരോ ഭാരവും ഇട്ടുകളയുകയല്ല, ഒരിക്കൽ എന്നേക്കുമായി നമ്മുടെ സകല ഭാരവും ചിന്താകുലവും കർത്താവിലിടുവാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ഒരു വ്യക്തിക്ക് തൻ്റെ ചിന്താകുലത്തിൽ നിന്നും മോചനം നേടുവാൻ ഒരിക്കലും കഴിയുകയില്ല സുഹൃത്തെ. ഈ കാര്യം നാം ഓർക്കണം. എന്നാൽ നാം ക്രിസ്തുവിനോടൊപ്പം ഒരു നുകത്തിൻ കീഴിലാണ്. ഒത്തുചേർന്നുള്ള പ്രവർത്തന ബന്ധം ക്രിസ്തുവുമായി നമുക്കുണ്ട്, മറന്നു പോകരുത്. അപ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധ്യമായി തീരുന്നു. അപ്രകാരം ആകുല ചിന്തയിൽ നിന്നും വിടുതൽ നേടുന്നത് വലിയ പദവിയെന്ന് മാത്രമല്ല, നമ്മിൽ താഴ്മയുടെയും വിനയത്തിൻ്റെയും മനോഭാവം ഉളവാകുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളോടുള്ള വിവേകശൂന്യമായ മനോഭാവമല്ല, പിന്നെയോ സകല സാഹചര്യങ്ങളും കർത്താവായ യേശുവിൻ്റെ തോളിൽ മനഃപൂർവ്വമായി ഇടുന്ന പ്രവൃത്തിയാണത്. കോളിളക്കങ്ങളുടെ മധ്യത്തിൽ കർത്താവ് സമാധാനം അനുഭവിച്ചതായി നാം വീണ്ടും വീണ്ടും വായിക്കുന്നു. അത് കാനായിലെ കല്യാണ വിരുന്നിലാണെങ്കിലും, ബഥാന്യയിലായിരുന്നെങ്കിലും, ലാസറിൻ്റെ ഭവനത്തിലായിരുന്നെങ്കിലും എല്ലാം കർത്താവിൻ്റെ ആ ശാന്തത നാം കാണുന്നു. നമുക്കും അവനിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്താൻ കഴിയും എന്നത് ആശാവഹമായ കാര്യമത്രേ അല്ലേ? അവൻ നമുക്കായി കരുതുന്നു. അവൻ നമ്മെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. അവിടുന്ന് നമ്മുടെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുള്ളവനാണ്. അതത്രേ നമ്മുടെ ഭാരം കർത്താവിന്മേൽ ഇടുവാനുള്ള അടിസ്ഥാനം, പ്രോത്സാഹനം. നമ്മെ സ്നേഹിക്കാത്ത, നമുക്ക് വേണ്ടി കരുതാത്ത ഒരു വ്യക്തിയോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിൽ നാം ഒരിക്കലും താല്പര്യമുള്ളവരായിരിക്കില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നാം ഇറക്കി വെക്കുന്ന ഭാരമെല്ലാം അവൻ സ്വീകരിക്കുമെന്നതിൻ്റെ ഉറപ്പത്രേ അവന് നമ്മളോടുള്ള കരുതൽ. കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോകുന്നത് കണ്ടപ്പോൾ പ്രവാചകനായിരുന്ന ഏലിയാവ് ചിന്താഭാരപ്പെട്ടില്ല എന്ന് ഏലിയാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, അവൻ നോക്കിയിരിക്കുമ്പോൾ ആ വെള്ളം വറ്റുന്നു. ആ കാക്കയുടെ വരവ് നിന്നു, ഭക്ഷണം നിന്നു. എന്നാൽ ഇന്നോളം തന്നെ നടത്തിയ ദൈവം മേലിലും അത്ഭുതകരമായി നടത്തുവാൻ മതിയായവനാണെന്ന് ഏലിയാവിന് അറിയാമായിരുന്നു. താൻ ഇനിയും പോകുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഭാരമേറിയതാകുന്നു, പ്രതീക്ഷയ്ക്ക് വക നൽകാത്തതാകുന്നു എന്ന് ഏലിയാവിന് അറിയാമായിരുന്നിട്ടും അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇങ്ങനെ ഒരു ഉറപ്പ് താങ്കൾക്ക് താങ്കളുടെ ജീവിതത്തിലുണ്ടോ? താങ്കൾക്ക് വേണ്ടി കരുതുകയും താങ്കളുടെ ഭാരം ചുമക്കുകയും ചെയ്യുവാൻ തയ്യാറുള്ള ഒരു യേശുവിനെ താങ്കൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്ന സമാധാനവും ആശ്വാസവും താങ്കൾ അനുഭവിക്കുന്നുണ്ടോ? ഒരു ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കരുത്. അങ്ങനെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. എന്നാൽ പ്രശ്നത്തിന് നടുവിൽ കാറ്റിൽ ഉലഞ്ഞാടുന്ന മരക്കൊമ്പിലിരുന്നു കൊണ്ട് പാട്ട് പാടുന്ന പക്ഷിയെപ്പോലെ ഈ ക്രിസ്തുവിശ്വാസി ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തും. കണ്ടിട്ടില്ലേ ഈ കാറ്റിൽ അലഞ്ഞ് ഉഴലുന്നതായിട്ടുള്ള ഈ മരക്കൊമ്പിലിരിക്കുന്ന പക്ഷികളെ?
സകല പ്രതിസന്ധികളെയും മുൻപിൽ കണ്ടുകൊണ്ട് ഹബക്കുക്ക് പ്രവാചകൻ ഇപ്രകാരം പാടി: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമുണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തോട്ടത്തിൽ നിന്നും നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അതെ, ഒരു ഉറപ്പുമില്ലാത്ത ഒരു ഭാവിയെ നോക്കി പ്രവാചകൻ പറയുകയാണ്, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആശ്രയിക്കും. അമിതമായ ചിന്താഭാരം ശരിയല്ല എന്നും അതിനുള്ള പ്രതിവിധി നമ്മുടെ ഭാരവും ചിന്തയുമെല്ലാം യേശുക്രിസ്തുവിൽ ഇടുകയാണെന്നും അപ്രകാരം ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും പ്രാപിപ്പാൻ കഴിയുമെന്നും നമുക്കറിയാമെങ്കിലും നമ്മൾ പലരും നമ്മുടെ ഭാരവും വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കർത്താവിനെ എന്തിനു ഭാരപ്പെടുത്തുന്നു എന്ന ചിന്തയായിരിക്കും അവർക്കുള്ളത്. നിങ്ങളുടെ ഭാരം അവൻ്റെ മേൽ ഇടാത്തതാണ് അവനെ ഭാരപ്പെടുത്തുന്ന വിഷയം. ആകുല ചിന്തയും കൊണ്ട് നടന്നേ പറ്റൂ എന്ന് സുഹൃത്തെ താങ്കൾ ചിന്തിക്കുന്നുവെങ്കിൽ താങ്കൾക്കായി ശരിയായ രീതിയിലുള്ള ചിന്തയുമുണ്ട് എന്ന് മറക്കരുത്. എത്ര അത്ഭുതകരമാണ് നമ്മുടെ സകല ഭാരവും അവൻ്റെ മേൽ ഇടുന്നത്. എന്നാൽ താങ്കൾക്കായി ചില ശരിയായ ചിന്ത ഞാൻ ഇനിയും പറയാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നമുക്ക് തമ്മിൽ കരുതലും ചിന്തയും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ശരിയായ ചിന്തയാണ്. മറ്റുള്ളവരുടെ ചിന്താഭാരത്തിൽ പങ്കുവെക്കുന്നതിൽ കൂടി ഒരാൾക്ക് തങ്ങളുടെ തന്നെ ആകുല ചിന്തയിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും. രോഗിയായിരിക്കുന്ന നിങ്ങളെ മറ്റുള്ളവർ ഒന്ന് കാണണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ രോഗിയായിരിക്കുന്ന വേറൊരാളെ നിങ്ങൾ കാണുവാൻ പോകുന്നത് അവർക്കും നിങ്ങൾക്കും ആശ്വാസമാകും. നാം നമ്മുടെ തന്നെ കാര്യങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നതിലുപരി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ അതേക്കുറിച്ച് നാം ചിന്തയുള്ളവരായാൽ ജീവിതം ധന്യമായി തീരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമുക്ക് നമ്മുടേതായ ആ വൃത്തത്തിന് വെളിയിൽ ചിന്തിപ്പാനോ പ്രവർത്തിപ്പാനോ ഒന്നിനും സാധിക്കുന്നില്ല എന്നതല്ലേ നമ്മുടെ പ്രശ്നം. സഹവിശ്വാസികളുടെ കാര്യത്തിൽ ചിന്തയുള്ളവരായിരിക്കുന്നത് പ്രത്യേകം ശരിയായ കാര്യമത്രേ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിച്ചു: നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല എന്ന്. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ആവശ്യങ്ങളിൽ ചിന്തയും കരുതലും ഉള്ളവനായിരുന്നു തിമോത്തിയോസ്. ഒരു വിശ്വാസി പ്രയാസം അനുഭവിക്കുമ്പോൾ സഹവിശ്വാസിക്ക് എങ്ങനെ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് തിമോത്തിയോസ്. അങ്ങനെയാണ് പൗലോസ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ഒരു വിശ്വാസി പ്രയാസം അനുഭവിക്കുമ്പോൾ സഹവിശ്വാസികൾക്ക് ഒരിക്കലും സന്തോഷമായിരിക്കാൻ സാധിക്കില്ല. സന്തോഷം എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിച്ചത് പുറമേയുള്ള കാര്യമാണ്. തീർച്ചയായും എല്ലാ സാഹചര്യത്തിലും ഒരു വിശ്വാസി സന്തോഷമുള്ളവനായിരിക്കും അല്ലെങ്കിൽ ഉള്ളവളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വേറൊന്ന്, ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് ചിന്തയും ഉണ്ടായിരിക്കേണ്ടത് ശരിയായ കാര്യമാണ്. പൗലോസ് പറയുന്നത്, എനിക്ക് ദിവസേന സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. സർവ്വസഭകളെയും കുറിച്ച് ചിന്താഭാരമുള്ളവനായിരിക്കുക എന്നത് പൗലോസിൻ്റെ പദവിയായിരുന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് ചിന്തയും ഭാരവുമുണ്ടോ? നാം തെറ്റായ പ്രവണതകളിൽ തെറ്റായ കാര്യങ്ങളിൽ ഭാരപ്പെട്ടൊരിക്കലും നമ്മുടെ സമയം കളയരുത്. എന്നാൽ ശരിയായ വിധത്തിലുള്ള ഭാരം എപ്പോഴും നമുക്ക് പ്രയോജനം ചെയ്യും. നമുക്ക് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും പ്രയോജനം ചെയ്യും. തെറ്റായ പ്രവണതകളെ എങ്ങനെ നേരിടാമെന്ന് നാം ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ തന്നെ ശരിയായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്.
നമുക്കെല്ലാം നമ്മുടെ ജോലിയിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ സ്കൂളിലും കോളേജിലും എല്ലാം ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ പൗലോസിന് നമ്മോട് പറയുവാനുള്ളത് നമ്മുടെ ചിന്താകുലങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റുക എന്നതത്രേ. മനോഹരമാണല്ലേ? താങ്കൾക്ക് ചിന്താകുലം കുറയ്ക്കണോ? എങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുക. എപ്പോഴെങ്കിലും വിചാരപ്പെടുവാൻ ആരംഭിച്ചാൽ അത് അവിടെ ഉടനെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. അതിന് മൂടില്ല എന്ന് നമ്മൾ പറയും. ഞാൻ ശ്രമിച്ചു, പക്ഷേ അന്നേരവും പ്രശ്നമാണ് തലയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. അനേകം ആളുകൾ ആകുല ചിന്തയിൽ നിന്നും വിടുതൽ പ്രാപിപ്പാനായി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി തീരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ എൻ്റെ അടുക്കൽ വരിക, ഭാരം എൻ്റെ മേൽ ഇടുക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുമെന്ന കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിപ്പാനും അത് പരിശോധിച്ച് നോക്കുവാനും അവർ തയ്യാറാകുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഭാവിയെക്കുറിച്ച് ചിന്താകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം, അവരുടെ വിവാഹമാകാം, അവരുടെ തൊഴിലാകാം, പുരോഗതിയാകാം, കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന കടഭാരമാകാം, രോഗം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആകാം. ഇവയെക്കുറിച്ചൊക്കെ ചിന്താഭാരപ്പെട്ട് കഴിയുന്ന പ്രിയ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, നിങ്ങളുടെ ചിന്താകുലങ്ങളെ ഏറ്റെടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തൊരു യേശു ജീവിക്കുന്നു. നിങ്ങളുടെ ആകുല ചിന്തകളും ഭാരങ്ങളും ആയി നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്ക് വിടുതലും ആശ്വാസവും നൽകും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. സകലത്തെക്കുറിച്ചും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തോട് പറയണമെന്നർത്ഥം. ഒന്നും വിട്ടുകളയരുത്. ഇവിടെ ക്രിസ്തീയ പ്രാർത്ഥനയുടെ 3 ഘടകങ്ങൾ പൗലോസ് വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രാർത്ഥന, അപേക്ഷ, സ്തോത്രം. ഇവിടെ പ്രാർത്ഥന എന്നതിനാൽ ആരാധന എന്ന അർത്ഥമാണ് വരുന്നത്. ഇംഗ്ലീഷിൽ അഡോറേഷൻ, വർഷിപ്പ്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന എന്നാൽ ദൈവത്തിൻ്റെ യോഗ്യതയെ പ്രഘോഷിക്കുന്നതാണ് ആരാധന. എൻ്റെ സകല ചിന്താകുലങ്ങളെക്കാളും വലിയവനായ എൻ്റെ ദൈവത്തെ ഞാൻ കാണുന്ന സമയമാകുന്നു ആരാധനാ സമയം. ഒരു നല്ല ഉദാഹരണമാണ് പ്രവാചകനായിരുന്ന യെശയ്യാവിൻ്റെ അനുഭവം. നല്ല രാജാവായിരുന്ന ഉസിയാവ് മരിച്ചു. രാജ്യത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഉസിയാവ് പോയി. ഇനിയും വടക്കേ രാജ്യത്തിന് സംഭവിച്ചതായ അതേ അടിമവേല ചെയ്യുവാൻ തെക്കേ രാജ്യവും ഒരുങ്ങിയിരിക്കുകയാണ്. ആകെ ഭാരപ്പെട്ടിരുന്ന പ്രവാചകൻ എങ്ങനെ അതിനൊരു പ്രതിവിധി കണ്ടെത്തുമെന്ന് അവൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ദൈവാലയത്തിലേക്ക് ചെന്നു. ദൈവാലയത്തിലേക്ക് ചെന്ന് അവൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചപ്പോൾ ആരാധന, ദൈവത്തിൻ്റെ മഹത്വം ദൈവം അവനെ കാണിച്ചു. സിംഹാസനസ്ഥനായ അത്യുന്നതനായ ദൈവത്തെ കണ്ട് പ്രവാചകൻ തൻ്റെ സകല ഭാരങ്ങളും ആകുല ചിന്തകളും അകന്നവനായി ജീവിത ദൗത്യത്തിനായി ശക്തി പ്രാപിച്ച് മുൻപോട്ട് ഇറങ്ങുന്നത് നാം കാണുന്നു. അതാണ് ആരാധനയുടെ മഹത്വം. നമ്മുടെ ജീവിതത്തിൽ വിചാരപ്പെടലുകൾ വരുമ്പോൾ ഒന്നാമത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ടാകുക. മാത്രമല്ല, പ്രാർത്ഥനയിലെ 2ാമത്തെ ഘടകമായി പറഞ്ഞിരിക്കുന്നത് അപേക്ഷയാണ്. ഞാൻ അതേക്കുറിച്ച് വളരെയേറെ വിശദീകരിക്കുകയുണ്ടായി. ഹൃദയം തുറന്ന് നാം നമ്മുടെ സകല കാര്യങ്ങളും ദൈവസന്നിധിയിൽ പകരുന്ന സമയമാണ്. മനസ്സില്ലാ മനസ്സോടെയല്ല, ഒന്നും മറച്ചു വെക്കാതെ നമ്മുടെ പരാജയങ്ങളും സംശയങ്ങളും വിജയങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ നാം പകരുകയാണ്. പ്രാർത്ഥനയുടെ 3ാമത്തെ ഘടകമായി നാം ഈ ഭാഗത്ത് കാണുന്നത് സ്തോത്രം അഥവാ നന്ദി. പലപ്പോഴും ഓരോന്ന് ലഭിക്കുവാൻ വേണ്ടി നാം ദൈവസന്നിധിയിൽ ചെന്ന് ധൃതി കൂട്ടും. എന്നാൽ ലഭിച്ചതിന് ശേഷം ഒരു നന്ദി പറയുവാൻ നാം ഓർക്കാറില്ല. ദൈവം പ്രവർത്തിച്ചു എന്ന് ഉറപ്പോടെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് നൽകുന്ന ദൈവത്തോടാണ് നാം പറയുന്നത്. അതുകൊണ്ട്
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വേണം നാം ദൈവസന്നിധിയിൽ ചെല്ലുവാൻ. പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും, അത് ആരാധന, അപേക്ഷയാലും ദൈവത്തോടെല്ലാം പറയുന്ന അനുഭവം, സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ദൂത് ഇന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ശ്രമിക്കുമോ? തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കും. എൻ്റെ ജീവിതാനുഭവമാണ്. അവൻ സഹായിപ്പാൻ ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആകുല ചിന്തകളില്ലാത്ത അനുഗ്രഹീത ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും അവൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. മനുഷ്യൻ വിചാരപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സകലതും നാളെയെക്കുറിച്ചുള്ള വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് കാരണം തന്നിൽ ആശ്രയിക്കുന്നവരുടെ അതത് ദിവസത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം കരുതുന്നു എന്നുള്ളത് തന്നെ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്ന വചനം അർത്ഥവ്യാപ്തിയുള്ളതാകുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നാകുന്നു ക്രിസ്തു അരുളിച്ചെയ്തത്. അതെ, നമ്മുടെ പിതാവ് ആരെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ വിചാരങ്ങളെയും ഭാരങ്ങളെയും നീക്കുവാൻ മതിയായതാകുന്നു. ഈ ദൈവം നിങ്ങളുടെ പിതാവാകുന്നുവെങ്കിൽ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അവിടുന്ന് നിങ്ങൾക്കായി കരുതുന്നു.